ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയും ഭയങ്കര തള്ളാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയും നിങ്ങൾ വിശ്വസിക്കില്ല. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു ഹ്യൂമൻ ജേർണൽ. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. എനിക്ക് തോന്നുന്നത് വെറൈറ്റി ആണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് അത് വെറൈറ്റി ആയിട്ട് തോന്നിയില്ലെങ്കിലും എനിക്കിത് വളരെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മൾ ഇന്നൊരു ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഞാനിപ്പം വേറെ യൂട്യൂബ് ചാനലിലെല്ലാം കണ്ടിട്ടുള്ളത് മിന്ത്ര ഹോൾ വീഡിയോ, മീഷോ ഹോൾസ്, പിന്നെ ഫ്ലിപ്കാർട്ട്, സ്മിറ്റൻ, അങ്ങനെ കുറെ ഹോൾ വീഡിയോസ് ആണ് ഞാൻ അങ്ങനത്തെ കണ്ടിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും ബാംഗ്ലൂരാണ്. അറൌണ്ട് 5 years ആയി ഞാനിപ്പോ ബാംഗ്ലൂർ തന്നെ. അപ്പൊ എനിക്കിപ്പോ കോളേജിലാണെങ്കിൽ അല്ലെ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു പ്രോഗ്രാംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഓടിപ്പോവുക, ഡ്രസ്സൊക്കെ എടുക്കാൻ ഓടിപ്പോവാന്ന് പറയുമ്പം ഞാനിങ്ങനെ സ്ട്രീറ്റുകളാണ്, ഇവിടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള സ്ട്രീറ്റുകളാണ് പോവുക. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ചീപ്പ് റേറ്റിലും അതേപോലെ തന്നെ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടും. അതായത് ഞാനിപ്പോ പറയുന്നത് സ്ട്രീറ്റിലുള്ള എല്ലാ സാധനങ്ങളും നല്ല ക്വാളിറ്റി ഉള്ളതാണെന്നല്ല ഞാൻ പറയുന്നത്. അതായത് നമുക്കൊരു എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു മൈൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രീറ്റിൽ നിന്നൊക്കെ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ, നിങ്ങൾക്ക് ഇത് അടിപൊളിയായിട്ട് തോന്നുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കിത് ഓക്കെ ആയിട്ട് തോന്നിയിരിക്കുന്ന കുറച്ച് എൻ്റെ ഈ 5 yearsന്റെ ഇടയിൽ ഞാൻ എടുത്തിരിക്കുന്ന ഡ്രസ്സുകളും അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇത് സ്ഥലം എന്നറിയണ്ടേ? ഇതാണ് നമ്മുടെ ശിവാജി നഗർ. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള ഓൾമോസ്റ്റ് എല്ലാ മലയാളീസിനും ശിവാജി നഗർ എന്ന് പറയുന്നത് വളരെ ഫെമിലിയർ പ്ലേസ് ആയിരിക്കും. കാരണം നമുക്ക് എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് എല്ലാത്തിനും കളക്ഷൻസ് ആണ് ശിവാജി നഗറിലുള്ളത്. മെയിൻലി അവിടെ ഫീമെയിൽസിന് പറ്റിയ ഒത്തിരി ഗേൾസ്, വുമൻസ് എല്ലാം അടിപൊളി കളക്ഷൻസ് ആയിട്ടുള്ള കുറെ ഷോപ്പുകളുണ്ട് ഈ ശിവാജി നഗർ സ്ട്രീറ്റില്. ബോയ്സിന് ഇല്ലാന്നല്ല, ബട്ട് കമ്പയർ ടു ബോയ്സ്, ഗേൾസിന്റെ ആണ് കുറച്ചും കൂടെ കളക്ഷൻസും ഒത്തിരി ഉള്ളത്. അതായത് നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് ശിവാജി നഗറിൽ കിട്ടും. ഇതിപ്പോ ശിവാജി നഗർ മാത്രമല്ല, നമുക്കിവിടെ പോകാൻ പറ്റിയ ഒത്തിരി പ്ലേസസുകളുണ്ട്. അപ്പം ഞാനിപ്പം എനിക്ക് ഏറ്റവും കൂടുതലും കളക്ഷൻസ് അതേപോലെ നല്ല റേറ്റിലും കിട്ടുന്ന ഒരു സ്ഥലമാണ് ശിവാജി നഗർ. അപ്പൊ ഞാൻ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഡ്രസ്സുകളിലെല്ലാം കാണിച്ചു തരാം നിങ്ങൾക്ക് ഏതൊക്കെ ഡ്രസ്സുകളാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ദിസ് ഈസ് ശിവാജി നഗർ ഹോൾ വീഡിയോ. ഞാൻ ഡ്രസ്സുകൾ കാണിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയും ഭയങ്കര തള്ളാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയും നിങ്ങൾ വിശ്വസിക്കില്ല. എനിക്ക് ഒരു 100-ൽ 110% എനിക്ക് ഉറപ്പാണ് നിങ്ങൾ പകുതി പേര് ഈ കാര്യം വിശ്വസിക്കില്ല. പക്ഷെ സ്റ്റിൽ ഞാൻ വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു കാര്യമാണ് പറയണേ. അതായത് ഞാനിപ്പോ കാണിക്കാൻ പോകുന്ന ഡ്രസ്സുകളിൽ 10 രൂപ തൊട്ട് ഞാൻ 400 രൂപ വരെ ആ ഒരു റേഞ്ചിൽ വാങ്ങിച്ച ഡ്രസ്സുകളാണ് കാണിക്കുന്നത്. അതായത് 10 രൂപയ്ക്ക് നമുക്ക് ഡ്രസ്സ് കിട്ടും. പക്ഷെ അത് ചിലപ്പോൾ നമ്മൾ പോകുന്ന സമയം അനുസരിച്ചിരിക്കും. നമ്മൾ ചിലപ്പോൾ സീസൺ ടൈമിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് എന്തായാലും 10 രൂപയ്ക്ക് ഡ്രസ്സ് കിട്ടും, ഉറപ്പാ. പിന്നെ നമ്മൾ പോകുന്ന ടൈം അനുസരിച്ചിരിക്കും. ഇപ്പൊ ചില സ്ട്രീറ്റുകളിൽ വെളുപ്പിനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കളക്ഷൻസിൽ അതേപോലെ തന്നെ പൈസ കുറച്ചിട്ട് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു വന്നത്, ഞാൻ ഈ കാണിക്കുന്ന ഡ്രസ്സുകളിൽ 10 രൂപ തൊട്ട് 400 രൂപ വരെ റേഞ്ചിലുള്ള ഡ്രസ്സുകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ തുടങ്ങാം. അതായത് ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിൽ തന്നെ തുടങ്ങാം. ഇത് ഞാൻ ശിവാജി നഗറിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് 50 രൂപയാണ് ആയിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഇത് നമുക്ക് പറയുമ്പോൾ ഒരു സ്വെറ്റർ ഒരു ടൈപ്പാണിത്. നമുക്ക് കംഫർട്ടബിൾ ആണ്. ഒന്നാമതേ നമുക്ക് ബാംഗ്ലൂരിൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ നല്ല വെതറാണ്, ഇവിടുത്തെ നല്ല ക്ലൈമറ്റ് ആണ്. സോ ഈ ക്ലൈമറ്റിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഡ്രസ്സാണ് ഇത്. ഇനി അടുത്ത ഒരെണ്ണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതാണ്. ഇതിനകത്ത് ഞാൻ വേറെ കാര്യമായിട്ട് പറയട്ടെ, ഞാൻ ഇതിനകത്ത് കാണിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സുകളും, കുറച്ച് ഡ്രസ്സുകളൊക്കെ ഞാൻ എന്തായാലും വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതിട്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇതൊരു കോട്ട് ടൈപ്പ് വരുന്ന ഒരു സ്വെറ്റ് ഷർട്ട് എന്നൊക്കെ പറയാം. നല്ലതാണ്. അതായത് നമുക്കിത് ഇവിടെയൊക്കെ നല്ല പ്രിന്റഡ് ഒരു ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വരുന്നുണ്ട്. ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഇവിടെ. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഒരു സൈഡ് കണ്ടോ, നല്ല അടിപൊളിയാണ്. 2 സൈഡിലും പോക്കറ്റ് ഒക്കെ വന്നിട്ട് നല്ല ഡ്രസ്സാണ്. ഇതിന് എനിക്ക് ആയിട്ടുള്ളത് 50 രൂപയാണ് ഗൈസ്. കാരണം ഇത് അവിടെ ഒരു കടയുണ്ടായിരുന്നു. ആ ടൈമില് അവിടെ നമുക്ക് കയറി ചെല്ലുമ്പം അവര് 50 രൂപയ്ക്കും 100 രൂപയ്ക്കും ഡ്രസ്സ് എടുക്കുന്നുണ്ട്. അപ്പൊ 50 രൂപ കേട്ടപ്പോ ഞാൻ വേഗം കയറി, ഞാൻ എന്റെ അനിയത്തി കൂടെ വേഗം കയറി ചെന്നാണ്. അപ്പൊ എനിക്ക് കുറച്ചധികം ഡ്രസ്സുകൾ എനിക്ക് അവിടെ നിന്ന് കിട്ടും, നല്ല ഡ്രസ്സുകള്. അപ്പൊ അതിലൊന്നാണ് ഈ ഒരു കോട്ട് പോലത്തെ ഈ ഒരു ഡ്രസ്സ്. പിന്നെ വേറൊരു ഡ്രസ്സാണ് ഇതും അതേപോലെ തന്നെ നമുക്ക് തണുപ്പ് ആ ഒരു ക്ലൈമറ്റിലൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ഡ്രസ്സാണ്. ഇതിന് 100 രൂപയാണ് എനിക്ക് ആയിട്ടുള്ളത്. ഇതും അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഭയങ്കര തണുപ്പൊക്കെ ഉള്ള ഒരു ടൈം ആണെങ്കിൽ നമുക്ക് അത്രയും
അടിപൊളിയായിട്ട് നല്ല കംഫർട്ടായിട്ട് ഇടാൻ പറ്റും. കാരണം ഇതിന് നല്ല കട്ടിയുണ്ട് കേട്ടോ. ചൂട് സമയത്ത് നമുക്ക് അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സമയത്ത് മാത്രമാണ് ഇത് ഇടാൻ പറ്റുള്ളൂ. എല്ലാ സമയത്ത് നമുക്ക് ഭയങ്കര ചൂടായിരിക്കും. കാരണം നല്ല കട്ടിയുള്ളൊരു ക്ലോത്ത് ആണിത്. ഇതിന് 100 രൂപയായിട്ട് എനിക്ക് ആയിട്ടുള്ളത്. പിന്നെ അടുത്തൊരു ഡ്രസ്സ്, ഇതെന്റെ മോസ്റ്റ് ഫേവറേറ്റ് ഡ്രസ്സാണ്. ഞാനിപ്പോ എവിടെ പോയാലും എനിക്ക് ഇതിടാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം കാണാൻ തന്നെ എനിക്കൊരു എന്തോ, എനിക്കറിയില്ല, ഇത് എനിക്കൊരു, ഞാൻ ഇതിട്ട് കഴിയുമ്പോൾ എനിക്കൊരു കൊറിയൻ ടച്ച് പോലെ ഫീൽ ചെയ്യും. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടാട്ടോ. ഇതിന് എനിക്ക് 50 രൂപയായിട്ട് ആയിട്ടുള്ളത്. ഞാൻ ആദ്യം കാണിച്ച ആ ഡ്രസ്സിന്റെ ഒപ്പം എടുത്ത ഒരു ഇതാണിത്. ഇതും ഇതേപോലെ തന്നെ ഒരു സ്വെറ്റർ സംഭവമാണ്. പക്ഷെ അത്ര നമുക്ക് കട്ടിയുള്ളതല്ല, നല്ല അടിപൊളിയാണിത്, നല്ലതാണ്. 50 രൂപയാണ് ആയിട്ടുള്ളത്. എനിക്ക് ഇതിന്റെ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. പിന്നെ അടുത്തത് ഒരു സാധാ ഇതാണ് ആയിട്ടുള്ളത്. ഇതെനിക്ക് ഇത് 20 രൂപയാട്ടോ. ഇതിന് വെറും 20 രൂപ ആയിട്ടുള്ളൂ. സാധാരണ ഒരു സ്വെറ്റർ അത്രേ ഉള്ളൂ. അധികം കട്ടിയില്ല എന്നാലും ഓക്കെ. പിന്നെ ഈ ഒരു ഗ്രീൻ സ്വെറ്റർ, ഇതിനും 50 രൂപയാണ് ആയിട്ടുള്ളത്. ഇതിന്റെ തന്നെ സെയിം ഷെയ്ഡ് റെഡും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും ഞാൻ എന്റെ വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുള്ളതാണിത്. ഇതും 50 രൂപയാണ്. ഇതിന്റെ പോലെ തന്നെയാണ്, ഇതേ സെയിമിന്റെ തന്നെയാണ് ഒരു റെഡും വന്നിരിക്കുന്നത്. ഇതും നമുക്ക് സ്വെറ്റർ ആ ഒരു ഇതിൽ കൂട്ടാവുന്നതാണ്, അടിപൊളിയാണ്. ഇത് രണ്ടിനും എനിക്ക് 50 വെച്ചിട്ടാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എനിക്ക് ഒരു സ്വെറ്റർ ആ ഒരു കാറ്റഗറിയിൽ പറ്റിയിട്ടുള്ളത് എനിക്ക് ഇത്രയും ഡ്രസ്സുകളാണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കോട്ട് പോലൊരു സംഭവമാണ്. അതായത് നമുക്ക് ഇതിന്റെ ഉള്ളില് എന്തെങ്കിലും ഇട്ടിട്ട് ഫുൾ ഒരു നെറ്റ് ടൈപ്പ് ആണിത്. ഇതിനെനിക്ക് ആയിട്ടുള്ളത് 50 രൂപയാണ് ഇതിന്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതാണ്. കാരണം ഇതിന്റെ അടിയിൽ എന്തെങ്കിലും ഒരു ബ്ലാക്ക് ടാൻ ടോപ്പ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിടാൻ നല്ല രസാട്ടോ. അതായത് അധികം എക്സ്പോസ് ചെയ്ത് ഇടാൻ ഇഷ്ടമുള്ള ടോപ്പുകളെല്ലാം നമുക്ക് എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സാണ്, പക്ഷെ നമുക്കത് ഇടാൻ വേണം. ആ ഒരു ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണിത്. പിന്നെ ഇതൊരു ക്രോപ്പ് ടോപ്പ് ആണ്. ക്രോപ്പ് ടോപ്പ് ആണ്. ഇതിന് എനിക്ക് 100 രൂപയാണ് ആയിട്ടുള്ളത്. ഇതൊരു സാധാ ക്രോപ്പ് ടോപ്പ് അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, നല്ലതാണിത്. പിന്നെ ഇതാണ് അടുത്തൊരു ടോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതും ഒരു ക്രോപ്പ് ടോപ്പ് ആണ്. ഇത് എനിക്ക് ഭയങ്കര നിറയെ കളേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് നോക്കിയെടുത്തത്. ഇതിന് 150 രൂപയാണ് ഇതിനായിട്ടുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു ഇതിന്റെ തന്നെ ഇതേ സെയിം ക്ലോത്തിൽ വരുന്ന ക്രോപ്പ് ടോപ്സ് ഉണ്ട്, ലോങ് ടോപ്സ് ഉണ്ട്, എന്തൊക്കെയോ പലാസോ പാന്റുകൾ ഉണ്ട്. അത് അങ്ങനത്തെ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു വലിയൊരു സെക്ഷൻ ആയിരുന്നു ഇതേ ക്ലോത്തിന്റെ തന്നെ. അപ്പൊ അതിനകത്ത് നോക്കിയെടുത്തതാണ് ഒരു ക്രോപ്പ് ടോപ്പ്. ഇത് എനിക്ക് തോന്നുന്നു ബ്ലാക്കിന്റെ ഒക്കെ, ബ്ലാക്ക് പാൻസ് അങ്ങനത്തെ ഒക്കെ ഒപ്പം അടിപൊളിയായിരിക്കും. ഇതെനിക്ക് 150 ആയിട്ടുള്ളത്. പിന്നെ അടുത്തൊരു ഡ്രസ് എന്ന് പറയുന്നത്, ഇത് ശരിക്കും നൈറ്റ് ഡ്രസ് അങ്ങനെ ഒരു ഇതാണ്. വെറും 10 രൂപയാണ് എനിക്ക് ആയിട്ടുള്ളത്. വെറും 10 രൂപ. ഇതൊരു നൈറ്റ് ഡ്രസ് ആ ഒരു ടൈപ്പിലുള്ളതാണ്. പിന്നെ അടുത്തത് ഇങ്ങനെ ഒരു ടീഷർട്ടാണ്. ഇതിന് 100 രൂപയാണ് എനിക്ക് ആയിട്ടുള്ളത്. ഇത് ഇങ്ങനെ ബാക്കിൽ ടെഡി ബിയർ അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഇതും 100 രൂപ. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഇത് 150 ആണ് ഇതിനായിട്ടുള്ളത്. ഇത് എന്താ പറയാ, നല്ലൊരു വൈറ്റ് കളർ റെഡ് ഞാൻ ഇട്ടിട്ട് ഇപ്പം കളറൊക്കെ പോയതാണ് ഗൈസ്, പക്ഷെ ഇതും നല്ലതാണ്. പിന്നെ അടുത്തത് ഒരു ഓവർകോട്ടാണ്. എനിക്ക് ആക്ച്വലി 2 ഓവർകോട്ട് ഉണ്ട്. ഇത് രണ്ടിനും എനിക്ക് 10 രൂപ വെച്ചിട്ടാണ്. രണ്ടും കൂടി 20 രൂപയ്ക്കാണ് എനിക്കിത് കിട്ടിയത്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതൊരു ഇതൊരു ഓവർകോട്ട് അങ്ങനെ ഒരു സംഭവമാണ്. അതായത് ഇപ്പം കൈയില്ലാത്ത സ്ലീവ്ലെസ് ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ എനിക്ക് അങ്ങനത്തേനൊക്കെ ഞാനിപ്പം സ്റ്റൈൽ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു കോട്ടും അതേപോലെ തന്നെ ഈ ഒരു വൈറ്റ് കോട്ടും. ഇങ്ങനൊരു വൈറ്റ് കോട്ടും, ഇത് രണ്ടും എനിക്ക് 10 രൂപയ്ക്കാണ് കിട്ടിയത്. ഇനി അടുത്തത് ഞാൻ അവിടെ നിന്ന് എടുത്ത കുറച്ച് ലോങ് ടോപ്സുകൾ കാണിച്ചു തരാം. ഒന്നാമത്തെ ഇതാണ്. ഇത് ഞാൻ ഈ ഇടയ്ക്ക് എടുത്തതാണ് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇതിന്റെ കളറ് എല്ലാം ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ലോങ് ടോപ്പാണിത്. ഇതിന് എനിക്കായിട്ടുള്ളത് 100 രൂപയാണ്. അവിടെ ഓൾമോസ്റ്റ് എല്ലാ ലോങ് ടോപ്സിനൊക്കെ 100 രൂപയാണ് വെച്ച് റേറ്റ് ഉള്ളത്. അപ്പൊ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. പിന്നെ വേറൊന്നും എടുത്തതാണ്. ഇത് ഞാൻ എന്തിനാ എടുത്തതെന്ന് എനിക്ക് അറിയത്തില്ല. ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല അത്, പക്ഷെ സ്റ്റിൽ ഞാനിതിപ്പോ സൂക്ഷിക്കുന്നുണ്ട്. ഇതൊരു അംബ്രല്ല കട്ട് വരുന്ന ഒരു സംഭവമാണ്.
അതായത് അംബ്രല കട്ടാണെന്ന് എനിക്കറിയില്ല. ഈ സൈഡിലൊക്കെ ഇതേപോലെ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് എടുത്തപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ കൈ ഇങ്ങനത്തെ ഒരു കളറ്, ബാക്കിൽ കിട്ടുന്ന ടൈ ഇങ്ങനത്തെ ഒരു കളറ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇതിനും 100 രൂപയ്ക്കാണ് ഞാനിത് എടുത്തത്. ഞാൻ ഇതിടും എന്തായാലും. ഇനി അടുത്തതാണ് ഈ ബ്ലൂ ടോപ്പ്. ഇതിന് ആക്ച്വലി നിങ്ങളിപ്പൊ ഈ കാണുന്ന വൈറ്റ് കളർ സംഭവങ്ങളില്ലേ, ഈ ടോപ്പിന്റെ അടിയിൽ ഒരു വൈറ്റ് കളർ ഉണ്ട്, അതേപോലെ തന്നെ ഈ കൈയുടെ രണ്ടറ്റത്ത് ഒരു വൈറ്റ് കളർ ഉണ്ട്. ഇത് ആക്ച്വലി ഞാൻ വാങ്ങിച്ചപ്പം ഈ ബ്ലൂ കളറിൽ ഈ ടോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ വൈറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ബ്ലൂ മാത്രമായിട്ട് ഇടാനുള്ള ഒരു മടി ഉണ്ടായിരുന്നു. അതായത് എനിക്ക് ബ്ലൂ മാത്രമായിട്ട് ഇട്ടപ്പോ എനിക്ക് ഇഷ്ടം തോന്നിയില്ല. അപ്പം ആക്ച്വലി എന്റെ അമ്മ ഒരു ടൈലറാണ്. അപ്പം അമ്മ എനിക്ക് വെച്ച് പിടിപ്പിച്ചു തന്നെയാണ്. അതാവുമ്പോ എനിക്ക് ഇതിന്റെ ഒപ്പം ഈ വൈറ്റും കൂടെ വരുമ്പോഴത്തേക്കും എനിക്ക് ഇതിന്റെ വൈറ്റ് ഷോള്, ഒരു ചുരിദാർ മോഡലായിട്ട് എനിക്ക് ഇടാൻ പറ്റും. അതുകൊണ്ട് അമ്മ ഇതേപോലെ വൈറ്റ് സംഭവങ്ങളെല്ലാം, ഇങ്ങനത്തെ പരിപാടികളെല്ലാം ചെയ്തു തന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് അങ്ങനെയാണ് ഇതൊക്കെ ഇട്ടു തുടങ്ങിയത്. ഇതിനും എനിക്ക് 100 രൂപയാണായിട്ടുള്ളത്. ഇനി അടുത്തത് ഇങ്ങനെ ഒരു ചെറിയൊരു ടോപ്പാണ്. ഇതിന് 200 ആയിട്ടുള്ളത്, 200. ഇതും നമുക്ക് ഇടാൻ പറ്റിയ നല്ലൊരു ടോപ്പാണ്. കോളേജിലൊക്കെ ഡെയിലി കോളേജ് വെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയ നല്ലൊരു ടോപ്പാണിത്. നടുക്ക് ഇലാസ്റ്റിക് ഒക്കെ വന്നിട്ടുള്ള. ഇതിനും എനിക്ക് 200 രൂപയാണായിട്ടുള്ളത്. ലാസ്റ്റ് വൺ ഈ ഒരു ഗ്രീൻ ആണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടോപ്പാണ്. ഞാൻ ഇതിന്റെ കോളേജിലെ ഒരു പ്രോഗ്രാമിന് വേണ്ടി എടുത്തതാണിത്. ഇതിനെനിക്ക് 400 രൂപയാണ് ഇതിനെനിക്ക് ആയിട്ടുള്ളത്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇതിട്ട് കഴിയുമ്പോഴത്തേക്കും കഴുത്തിലൂടെ ഇങ്ങനെ ഒരു ക്രോസിങ് വരുന്നുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഇപ്പൊ ഓർണമെന്റ്സ് ഒക്കെ ഇടാത്ത ആളാണ് ഞാൻ, ഓർണമെന്റ്സ് ഇടാത്ത ഒരാളാണ്. അപ്പം നമുക്ക് കഴുത്തിലൊരു എംറ്റി ഫീൽ തോന്നിക്കില്ല. എന്നാൽ നല്ലൊരു രസമുള്ള ഒരു ടോപ്പാട്ടോ ഇത്. ഇതിനെനിക്ക് 400 ആണ് ആയിട്ടുള്ളത്. ഇതും ഇതേപോലെ തന്നെ നടുക്കൊരു ഇലാസ്റ്റിക് ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു ടോപ്പാണിത്. ഓക്കെ, ഇനി അടുത്തത് ഇങ്ങനൊരു പാന്റ് ആണ്. ഇതിന്റെ കറക്റ്റ് പേരൊന്നും എനിക്കറിയത്തില്ല. 2 സൈഡിലും പോക്കറ്റ് ഒക്കെ വന്നിട്ട് അങ്ങനെ ഒരു പാന്റ് ആണിത്. ഇതിനെനിക്ക് 200 രൂപയാണായിട്ടുള്ളത്. സാധാ ഒരു പാന്റ് അത്രേ ഉള്ളൂ. പിന്നെ എനിക്കൊരു നൈറ്റ് ഡ്രസ് പോലത്തെ ഒരു പാന്റ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിന്റെ ക്ലോത്ത് തന്നെ നല്ല അടിപൊളിയാണ്. നമുക്ക് ഭയങ്കര ഒരു കംഫർട്ടാണ് ഇതിനകത്ത്. നമ്മൾ എന്താ പറയാ, ഭയങ്കര ഒരു ഭാരം പോലെ തോന്നിക്കില്ല. അത്രയും നല്ലൊരു ക്ലോത്ത് ആട്ടോ ഇതിന്റെ. പിന്നെ ഇതിന്റെ എനിക്ക് പെൻഗ്വിനൊക്കെ വന്നപ്പോ നല്ല രസമുണ്ട് കാണാൻ. ഇതിനെനിക്ക് 100 രൂപയാണായിട്ടുള്ളത്. നൈറ്റ് ഡ്രസ് ആണ് ഇത് ആക്ച്വലി. പിന്നെ ഉള്ള ഒരു ജീൻസ് ആണ്. ഇതെനിക്ക് 470 രൂപയ്ക്കാണ് കിട്ടിയത്. നത്തിങ് മോർ നത്തിങ് ലെസ്, ആ ജീൻസ് അത്രേ ഉള്ളൂ. നല്ലതാണിത്. ഓക്കെ, 470 രൂപയ്ക്ക്. ഇനി വന്നിട്ട് എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള 2 ഡ്രസ്സുകളാണ്. അതായത് 2 ജംപ് സ്യൂട്ടുകള്. ഫസ്റ്റ് വൺ ഇതാണ്. ഇത് ആക്ച്വലി എന്താ പറയാ, ജംപ് സ്യൂട്ട് എല്ലാവർക്കും അറിയാലോ, ഒരു ജംപ് സ്യൂട്ട് ആണിത്. ഇതിന്റെ ഇങ്ങനെ സിബൊക്കെ വന്നിട്ട് ഇതിനെനിക്ക് 300 ആണ് ഈ ഒരു ജംപ് സ്യൂട്ടിന് എനിക്കായിട്ടുള്ളത്. 300 നല്ലതാണ്. ഇതിന്റെ കളർ വൈസ് ആണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. നല്ല ക്വാളിറ്റി ആണ്. ഇത് പെട്ടെന്ന് ഒരു എന്താ പറയാ, നമുക്കൊരു കോട്ടൺ ക്വാളിറ്റി ആണ് ഇത് വരുന്നത്. നല്ലതാണ്. ഇതിന് 300 ആണ് എനിക്കായിട്ടുള്ളത്. ഇനി എന്റെ ലാസ്റ്റ് ഡ്രസ്സാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇത് ഞാനൊരു കോളേജിന്റെ പ്രോഗ്രാമിന് വേണ്ടി വാങ്ങിച്ചതാണ്. ഇതും ഒരു ജംപ് സ്യൂട്ട് ആണ്. ഇത് ഇതേപോലെ തന്നെ ഒരു പർപ്പിൾ കളറിൽ വരുന്ന ഒരു നല്ലൊരു അടിപൊളി ജംപ് സ്യൂട്ട് ആണിത്. അടിപൊളിയാണ് ഇത് കാണാന്. ഇത് എനിക്ക് 400 റുപ്പീസ് ആണ് ആയിട്ടുള്ളത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ ഇത്. പിന്നെ സ്ലീവ്ലെസ് ആണ്. അപ്പൊ ഞാൻ ഈ ഡ്രസ്സിന് ഇടാൻ വേണ്ടിയാണ് ആക്ച്വലി ഞാൻ നേരത്തെ ഒരു 10 രൂപയ്ക്ക് വാങ്ങിച്ചില്ല ഒരു കോട്ട്, വൈറ്റ് കോട്ട്. അതിന്റെ ഒപ്പമാണ് ഞാൻ ഇത് പെയർ ചെയ്യുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്തോരം പറയാനും മതി വരില്ല. കാരണം ഇത് കുറെ വട്ടം ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാലും എനിക്ക് എനിക്ക് കളറിനോടാണോ അല്ലെങ്കിൽ ഡ്രസ്സിനോടാണോ ഭയങ്കര ഇഷ്ടം. അത് 400 രൂപ കേട്ടോ. പിന്നെ അടുത്തൊരു സംഭവമാണ് ഈ ബാഗ്. ഇത് ആക്ച്വലി ഞാൻ 2-3 ബാഗ് സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഹാൻഡ് ബാഗ് അങ്ങനെ യൂസ് ചെയ്യാറില്ലായിരുന്നു. നമ്മൾ കോളേജിലാകുമ്പോൾ നമ്മൾ എന്തായാലും കോളേജ് ബാഗ്, അങ്ങനെ തന്നെ എന്തെങ്കിലും ഒരു ടോട്ടി ബാഗ് അങ്ങനത്തെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതെനിക്ക് ആക്ച്വലി എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അമ്മയ്ക്ക് ഞാൻ ഇത് മാത്രമല്ല 2-3 ബാഗുകളൊക്കെ വരെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ
ഇത് ഞാൻ കൊടുത്തിട്ട് പിന്നെ അമ്മ ഇത് വൈറ്റ് ആയതുകൊണ്ട് അധികം യൂസ് ചെയ്യാറില്ലായിരുന്നു അമ്മ. അപ്പൊ ഞാനിപ്പോ എന്തായാലും ജോലിക്കാരിയായി. അപ്പൊ എനിക്ക് ബാഗ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പോഴും ഭയങ്കര എനിക്ക് ഹാൻഡ് ബാഗ് ഒക്കെ ഇട്ട് വലിയ ജോലിക്കാരികളെ പോലെ പോകണം എന്നൊക്കെ എന്റെ ആയിരുന്നു ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും ജോലി കിട്ടി അപ്പൊ തന്നെ അമ്മയുടെ നിന്ന് ഞാൻ തിരിച്ചിങ്ങോട്ട് വാങ്ങിച്ചിട്ട് വന്നൊരു സംഭവമാണ് ഈ ഹാൻഡ് ബാഗ്. ഇതിനെനിക്ക് 200 രൂപയായിട്ട് ആയിട്ടുള്ളത്. ഞാനിത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ ആണ് ഞാൻ ഈ ബാഗ് വാങ്ങിച്ചത്. എനിക്കിത് നല്ല രസമാണ്. കാരണം ഒന്നാമത് ഫുൾ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ നമുക്കിത് വൈറ്റ് ആണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പം ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ അമ്മയുടെ എടുത്തിട്ട് വന്നതാണത്. അത് ഞാൻ ഇവിടുന്ന് തന്നെ വാങ്ങിച്ചു കൊടുത്തതാണ്. 200 രൂപയാണ് ഇടാനായിട്ടുള്ളത്. പിന്നെ ഇപ്പൊ ഈ ബാഗും ഡ്രസ്സും മാത്രമല്ല കേട്ടോ, നമുക്ക് സ്ട്രീറ്റിൽ നിന്ന് നമുക്ക് ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അതായത് ചെരുപ്പ്, ഇപ്പം എന്റെ ഇവിടുത്തെ ചെരുപ്പുകളൊന്നും ഇപ്പൊ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലായതുകൊണ്ടാണ് ഞാൻ കാണിക്കുക. അതായത് നമുക്കിപ്പോ ഇവിടെ 100-150 രൂപ അല്ലെങ്കിൽ 120 രൂപ ആ റേറ്റിലൊക്കെയാണ് നമുക്കിവിടെ ചെരുപ്പ് കിട്ടുന്നത്. പിന്നെ കാണിക്കാനായിട്ട് ഒത്തിരി സാധനങ്ങളുണ്ടാവും. ചെറിയ ചെറിയ ഈ കിണുക്ക് സാധനങ്ങളെല്ലാം നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഞാൻ ഈ ലൈറ്റ്, ഈ സ്റ്റാർ ലൈറ്റ്, അതേപോലെ തന്നെ ഈ എന്താ പറയാ ഈ ലീഫ്, ഇത് ഫുള്ളും ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സ്ട്രീറ്റിൽ നിന്ന് തന്നെയാണ്. അപ്പോ അങ്ങനെ കുറെ സാധനങ്ങൾ, നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പം നമുക്കിപ്പം എന്താ പറയാ സ്ട്രീറ്റ് ഫുഡും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കുറെ സാധനങ്ങൾ നമുക്ക് വാങ്ങിച്ചു കൂട്ടാൻ പറ്റും. പക്ഷെ ഏറ്റവും നമുക്ക് വേണ്ടത് എല്ലാം തെരഞ്ഞ് കണ്ടുപിടിക്കാൻ ഉള്ള ഒരു മൈൻഡാണ് വേണ്ടത്. കാരണം നമുക്കിപ്പം കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ആ മുകളിലിരിക്കുന്ന, അതായത് നമ്മൾ സ്ട്രീറ്റിൽ പോകുമ്പോൾ തന്നെ ഇപ്പം ഓൾമോസ്റ്റ് സ്ട്രീറ്റിൽ പോകുന്ന എല്ലാവർക്കും അറിയണ്ടാവും, ഇങ്ങനെ കൂന കൂട്ടി വെച്ചിട്ടായിരിക്കും ഡ്രസ്സുകൾ അങ്ങനെ സാധനങ്ങളെല്ലാം ഉണ്ടാവുക. അപ്പം അതിനകത്ത് നമ്മൾ ചിലപ്പം ഫ്രണ്ടിലൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് ഡ്രസ്സുകളൊക്കെ ആയിരിക്കും കാണുന്നത്. പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തപ്പിയെടുക്കണം. ചിലപ്പോൾ അതിന്റെ അടിയിൽ അല്ലെങ്കിൽ ഇടയിലൊക്കെ നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് തപ്പിയെടുക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നല്ല രീതിക്ക് തന്നെ ശിവാജി നഗർ ആണെങ്കിലും ഇവിടുത്തെ ഏത് സ്ട്രീറ്റ് ആണെങ്കിലും നമുക്ക് എന്തായാലും നല്ല രീതിക്ക് തന്നെ എല്ലാ കളക്ഷൻസും കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ശിവാജി നഗർ ഹോൾ വീഡിയോ. അപ്പോ എനിക്കിനി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതായത് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നതിൽ കുറച്ച് ഡ്രസ്സ് 10 രൂപയുടെ ഉണ്ട്, കുറച്ച് ഡ്രസ്സ് 50 രൂപയുടെ ഉണ്ട്, 100 രൂപയുടെ ഉണ്ട്, 400 രൂപയുടെ ഉണ്ട്, 300 രൂപയുടെ ഉണ്ട്. അപ്പം നിങ്ങൾ ഇപ്പൊ എന്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് ശിവാജി നഗറിലേക്ക് കയറി ചെന്നിട്ട് ഈ ഡ്രസ്സുകളൊക്കെ എന്തായാലും നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കുറ്റം പറയരുത്. അതായത് ഞാൻ ഈ ഇപ്പൊ കാണിച്ച ഡ്രസ്സുകൾ ഫുള്ള് ഞാൻ ഈ എന്റെ ഒരു 5 ഇയേഴ്സിൽ വാങ്ങിച്ചാണ്. ഒന്നാമത്തെ കാര്യം. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചില സീസണുകളിലാണ് പോവുക. അതായത് ഇപ്പം ക്രിസ്മസ് അല്ലെങ്കിൽ ഈസ്റ്റർ, പിന്നെ ഇവിടുത്തെ പൂജ ഹോളിഡേയ്സ്, ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും ഞാൻ മെയിൻലി ഈ സ്ട്രീറ്റുകളിൽ പോണേ. അപ്പൊ ആ ടൈമിൽ എന്തായാലും അവിടെ നമുക്ക് റേറ്റ് ഒക്കെ കുറവായിരിക്കും. അതൊന്നാമത്തെ കാര്യം. പിന്നെ നമുക്ക് കുറച്ച് കളക്ഷൻസ് കൂടുതലായിരിക്കും. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ പോകുന്ന ടൈമിൽ അത് ഉണ്ടായെന്ന് വരില്ല. ചിലർക്ക് ഇതിനേക്കാളും നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്കും ഇതേപോലെ സ്ട്രീറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോ എന്താ പറയാ, അപ്പൊ നിങ്ങളിപ്പം ഈ വീഡിയോ കണ്ടിട്ട് കയറി ചെന്നിട്ട് 10 രൂപയുടെ 20 രൂപയുടെ ഡ്രസ്സ് എവിടെയെന്ന് എന്നോട് ചോദിക്കരുത്. അതിപ്പോ നിങ്ങൾ പോകുന്ന അനുസരിച്ചിരിക്കും. ഇപ്പം ചില സ്ട്രീറ്റുകളിലാണെങ്കിൽ വെളുപ്പിനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പം ശിവാജി നഗർ ആണെങ്കിലും അതേപോലെ ചിക്പേട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയൊക്കെ നമുക്ക് വെളുപ്പിനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവര് കൊണ്ടുവരുന്ന ആ വെളുപ്പിന് ആ ഒരു ടൈമിലായിരിക്കും അവർക്ക് ഫുൾ സ്റ്റോക്ക് വരുന്നത്. അപ്പൊ ആ ടൈമിൽ തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റിയും ഉള്ള നല്ല ഡ്രസ്സുകൾ കിട്ടും. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ബോയ്സും ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നത് ചിക്പേട്ട് അങ്ങനത്തെ ഉള്ള സ്ട്രീറ്റുകളായിരിക്കും. കാരണം അവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ജീൻസ് അങ്ങനെ കുറെ സാധനങ്ങൾ കിട്ടും. അപ്പോ ടൈം അനുസരിച്ചിട്ടും റേറ്റ് മാറി വരാം. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 100 രൂപയ്ക്ക് വാങ്ങിച്ചു, 50 രൂപയ്ക്ക് വാങ്ങിച്ചു, 400 രൂപയ്ക്ക് വാങ്ങിച്ചു എന്നൊക്കെ. ഇത് ആക്ച്വലി അവര് പറയുന്ന ഇപ്പൊ ഞാൻ കാണിച്ച എന്റെ ജംസ്യൂട്ടിന്റെ പർപ്പിൾ ജംസ്യൂട്ട്, അതിന് ആക്ച്വലി അവർ പറഞ്ഞ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 800 ആയിരുന്നു അവർ പറഞ്ഞ റേറ്റ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബാർഗെയിൻ ചെയ്യണം അവരുടെ അടുത്ത്. കുറച്ച് ലാംഗ്വേജ് അറിയുന്ന, കന്നഡ അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടെ ബാർഗെയിൻ ചെയ്ത് നമുക്ക് നല്ല റേറ്റ് കുറച്ചെടുക്കാൻ പറ്റും. കാരണം എന്തായാലും അവർക്ക് ഒരു ലാഭം ഇല്ലാണ്ട് അവരെന്തായാലും നമ്മൾ ബാർഗെയിൻ ചെയ്താലും അവർ നമുക്ക് അത്രയും കുറച്ചു തരാൻ പോകുന്നില്ല. അപ്പം നമ്മൾ എന്തോരം നന്നായിട്ട് ബാർഗെയിൻ ചെയ്യുന്നു, അത്രയും നന്നായിട്ട് ബാർഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല
റേറ്റ് കുറച്ചിട്ട് തന്നെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പൊ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന പല സാധനങ്ങളും അതല്ലായിരുന്നു അവർ പറഞ്ഞ ഫിക്സഡ് റേറ്റ് എന്ന് അവർ പറഞ്ഞൊരു റേറ്റ് ഉണ്ട്. അപ്പൊ അവർ ആദ്യം പറഞ്ഞ റേറ്റ് അത് ആയിരുന്നില്ല. അതിനുശേഷം നമ്മൾ പിന്നെ ബാർഗെയിൻ ചെയ്ത് ഓരോ ഡ്രസ്സുകളും ഓരോ നമ്മുടെ ഒരു ഇതിനനുസരിച്ചിട്ട് വാങ്ങിക്കുന്നതായിരുന്നു. പിന്നെ നമുക്ക് ഇപ്പൊ ശിവാജി നഗർ മാത്രമല്ല, അതായത് ഇപ്പം പുതുതായിട്ട് ബാംഗ്ലൂർ വരുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പൊ ബാംഗ്ലൂരിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അടിച്ചു പൊളിക്കുക അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ വരുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ശിവാജി നഗർ, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, പിന്നെ ജയനഗർ, മല്ലേശ്വരം, ചിക്പേട്ട് ഇങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളാണ് നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റിയത്. ഇത് ജയനഗർ എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. പക്ഷെ അതിന്റെ തരമുള്ള കുറച്ച് റേറ്റും കൂടി ഉണ്ട് കേട്ടോ അവിടെയൊക്കെ. പിന്നെ ഈ മല്ലേശ്വരം, ചിക്പേട്ട് അതൊക്കെ നമുക്ക് ശിവാജി നഗറിനെ പോലെ തന്നെ നമുക്ക് അതേ ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഡ്രസ്സുകളൊക്കെ എന്തായാലും കിട്ടും. അപ്പോ ഇപ്പം ആവശ്യമുള്ളവരൊക്കെ അവിടേക്ക് പോവുക, സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാനിപ്പോ ഈ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ എന്റെ ഈ വീഡിയോ കാണുന്ന ഇപ്പൊ കുറച്ച് ഒട്ടുമിക്ക ആൾക്കാർക്കും ശിവാജി നഗറിനെ കുറിച്ചിട്ടൊക്കെ അറിയണമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ എന്റെതിനേക്കാളും ഉള്ളതിനേക്കാളും കുറെ കളക്ഷൻസ്, അടിപൊളി കളക്ഷൻസ് ഒക്കെ നിങ്ങളുടെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒരു ചെറിഷ് ആയിട്ടുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നത് എനിക്ക്. അതേപോലെ തന്നെ ഇപ്പൊ പുതിയ വരുന്ന കുട്ടികൾക്കാണെങ്കിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിലെ നിങ്ങളിപ്പോ എന്തെങ്കിലുമൊക്കെ നല്ല സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യാൻ സ്ഥലം നിങ്ങൾ നോക്കി നടക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ എനിക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങള് നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ സ്ട്രീറ്റുകളിലെ റിവ്യൂസ് ഒക്കെ വേണം, അല്ല അവിടുത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്റെ വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്താൽ മതി. ഞാൻ നമ്മൾക്ക് ആ സ്ഥലങ്ങളെയൊക്കെ പോയി നമുക്ക് ഒരു വീഡിയോ ഒരു വ്ളോഗ് ഒക്കെ പോലെ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കിപ്പോ ഞാൻ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന്റെ കാര്യമാണ്. നമുക്ക് ഇനി നല്ല ഫുഡുകളൊക്കെ കിട്ടുന്ന സ്ഥലം ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇപ്പോഴും ഈ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നഴ്സിംഗിന്റെ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ വിട്ടുപോയിട്ടില്ല. നമുക്ക് എന്തെങ്കിലും പുതിയ അപ്ഡേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളും ബ്യൂട്ടി വ്ളോഗ്സുകൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. സോ ഇനിയും നമുക്ക് അടുത്ത വീഡിയോ കുറച്ചും കൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കണ്ടന്റുകളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോസ്. ദിസ് ഇസ് മീ ഹ്യൂമൻ ജോണർ സൈനിങ് ഓഫ്.